വരൂ കൂട്ടുകാരെ, ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. യാത്രാ വിവരണം അഥവാ യാത്രാ അനുഭവം എഴുതാം. കടലും ചരിത്രവും തേടി കോഴിക്കോട്ടേക്കൊരു പഠനയാത്ര. മലബാറിൻ്റെ തലസ്ഥാനമായ കോഴിക്കോട്ടേക്ക് ഞങ്ങളുടെ സ്കൂളിൽ നിന്നും നടത്തിയ പഠനയാത്ര അവസ്മരണീയമായ ഒന്നായിരുന്നു. ചരിത്രവും രുചിയും കടൽക്കാറ്റും ഒന്നിച്ച ആ യാത്രയുടെ ഓർമ്മകൾ ഇന്നും എന്നിൽ അലയടിക്കുന്നു. ജനുവരിയിലെ ഒരു ചൊവ്വാഴ്ച ദിവസം പുലർച്ചെ 4 മണിക്ക് തന്നെ എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ കേട്ട ശേഷം ബസ് യാത്ര തുടങ്ങി. പാട്ടും തമാശകളുമായി നീങ്ങിയ ബസ് യാത്ര തന്നെ വളരെ രസകരമായിരുന്നു. 8 മണിയോടെ ഞങ്ങൾ കോഴിക്കോടെത്തി. അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്നും പ്രഭാത ഭക്ഷണമായി നല്ല രുചിയുള്ള നെയ്റോസ്റ്റ് കഴിച്ചു. ശേഷം ഞങ്ങൾ വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാപ്പാടിലേക്ക് യാത്ര തുടങ്ങി. അപ്പോഴേക്കും നല്ല വെയിൽ വന്നിരുന്നു. നല്ല ഭംഗിയുള്ള ബീച്ചായിരുന്നു അത്. വെള്ളത്തിന് നീല നിറമായിരുന്നു. ചരിത്ര സ്മാരകമായ കാപ്പാട് സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ എത്തിയത് ഈസ്റ്റ് ഹില്ലിലുള്ള പഴശ്ശി മ്യൂസിയത്തിലാണ്. പച്ചപ്പാൽ ചുറ്റപ്പെട്ട ശാന്തമായ അന്തരീക്ഷം, പുരാതനമായ ഗുഹാ നിർമ്മാണ രീതികളും മൺപാത്രങ്ങളും കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം വായിച്ച കാര്യങ്ങൾ നേരിൽ കാണാൻ സാധിച്ചത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു. പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെയും മറ്റു പ്രമുഖരുടെയും മനോഹരമായ ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ ചിത്രവും ഒരു കഥ പറയുന്ന പോലെ തോന്നി. അതിനുശേഷം ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. ബിരിയാണിയായിരുന്നു കഴിച്ചത്. ശേഷം ഞങ്ങൾ കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്ററായ പ്ലാനറ്റോറിയത്തിലെ കാഴ്ചകൾ കാണാനാണ് പോയത്. ഭൂമിയിൽ നിന്നും ആകാശത്തിന്റെ അനന്തതയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു അത്. അതിനകത്തുള്ള ഗോളാകൃതിയിലുള്ള തിയേറ്ററിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു. ഷോ തുടങ്ങിയപ്പോൾ ചുറ്റും ഇരുട്ട് പടർന്നു. പെട്ടെന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിൽ ആകാശത്ത് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും തെളിഞ്ഞു വന്നു. വെറും ഒരു സിനിമ കാണുന്നത് പോലെയല്ല, നമ്മൾ ബഹിരാകാശത്തിരിക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പ്ലാനറ്റോറിയത്തിലെ ഗാലറികളിൽ ശാസ്ത്ര തത്വങ്ങൾ ലളിതമായി വിവരിക്കുന്ന ഒരുപാട് പരീക്ഷണ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. കണ്ണാടികൾ ഉപയോഗിച്ചിട്ടുള്ള മായ കാഴ്ചകളും റോബോട്ടിക് ഉപകരണങ്ങളും ഞങ്ങളെ ഏറെ ചിരിപ്പിച്ചു. 3:30 ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. തിരമാലകൾക്കൊപ്പം ഓടിക്കളിച്ചും കൂട്ടുകാർക്കൊപ്പം ഫോട്ടോകൾ എടുത്തുമാണ് ഞങ്ങൾ നേരം ചെലവഴിച്ചത്. കടൽപ്പാലത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ തിരമാലകൾ തല്ലിപ്പതയുന്നത് നോക്കി നിൽക്കാൻ നല്ല രസമായിരുന്നു. ആകാശത്ത് ചായങ്ങൾ പൂശി സൂര്യൻ കടലിലേക്ക് താഴ്ന്നു പോകുന്ന കാഴ്ച ബീച്ചിലെ മണൽ പരപ്പിലിരുന്ന് ഞങ്ങൾ ആസ്വദിച്ചു. ശേഷം ഞങ്ങൾ നനഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റി ഉപ്പിലിട്ട മാങ്ങയും കഴിച്ച് ഞങ്ങളുടെ സ്കൂളിലേക്ക് യാത്ര തിരിച്ചു. വഴിയിൽ എവിടെയോ വെച്ച് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബസ് നിർത്തി. പൊറോട്ടയും ചിക്കൻ കറിയുമായിരുന്നു കഴിച്ചത്. ശേഷം തിരിച്ച് സ്കൂളിൽ എത്തുന്നവരെ ഞാൻ ഉറങ്ങുകയായിരുന്നു. രാത്രി 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തി. സ്കൂളിൽ നിന്നും വീട്ടിലെത്തുന്നവരെ ഞാൻ ഓർത്തത് കോഴിക്കോട്ടെ കടൽക്കാറ്റ് നൽകിയ സുന്ദര നിമിഷങ്ങളായിരുന്നു. ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.